ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം മക്കൾ രണ്ടാളും മദ്രസിൽ പോയിട്ടുണ്ട്. ഒരാൾക്ക് ഇന്ന് സ്കൂളുണ്ട്, ഒരാൾക്ക് ഇന്ന് സ്കൂളില്ല. അതുപോലെ എനിക്കും ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ നമ്മളെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണേ. ഇന്ന് നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, നെയ്പ്പത്തിരിയും ബീഫ് കറിയും. അപ്പോൾ നെയ്പ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി തൊലി കളഞ്ഞെടുക്കുകയാണ്. 5-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ലോണം കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ഏലക്കായും കൂടെ ഇടുക കേട്ടോ. എന്നാൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നെയ്പ്പത്തിരിക്കുള്ള പൊടി എടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് 2 ദിവസത്തേക്കുണ്ട്. അപ്പം ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, ആ അരി കഴുകി പൊടിച്ച് വറുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കുക, അതുപോലെ കിണ്ണത്തൊറോട്ടി ഉണ്ടാക്കുക, പിന്നെ പുട്ട് ഉണ്ടാക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു പൊടി വെച്ചിട്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെയും വലിയ ജീരകത്തിൻ്റെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഇന്ന് നമ്മൾ കാര്യമായിട്ട് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാ നല്ല സോഫ്റ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറിക്കുള്ളത് നോക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയുള്ളി, പച്ചമുളക്, തക്കാളി, അതുപോലെ ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സാമ്പാറിലും അതുപോലെ ബീഫിലും ചിക്കൻ കറിയിലൊക്കെ ഈ ഉരുളൻകിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ വെളുത്തുള്ളി കണ്ടോ, നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഇതുപോലെ 2 പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി. അങ്ങനെ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അതാ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഇത്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു കുറേ ഏറിപ്പോയരുത് കേട്ടോ, ഏറിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം ബീഫിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 വിസിലോളം അടിച്ചെടുപ്പിക്കണം. അങ്ങനെ ഇതൊന്ന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ നെയ്പ്പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പച്ചവെള്ളം തന്നെ ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് കയ്യിലൊന്നാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഇനി ഞാനിവിടെ വെളിച്ചെണ്ണയുടെ കവറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോക്കനട്ട് ഓയിൽ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള ഒരു കവർ ഉണ്ടായിരുന്നു. ആ ഒരു കവറിൽ വെച്ചിട്ടാണ് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിൽ പരത്തി കൊടുത്താലും മതി. അങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതാ ഒരു സ്റ്റൗവിൽ ഞാൻ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ഏകദേശം വേവാനായിട്ടുണ്ട്. ഇനി ആ സ്റ്റൗന്ന് ബീഫ് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു സ്റ്റൗവിൽ തീ കുറച്ച് കുറവാണ്, പപ്പറാണ് കുറച്ചുകൂടി കൂടുതൽ തീ ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ നെയ്പ്പത്തിരി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരിയാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അത്.
അങ്ങനെ അതാ നമ്മുടെ നെയ്പ്പത്തിരി നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒറ്റ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. അപ്പോഴേക്കും അടുത്ത നെയ്പ്പത്തിരിക്കുള്ള മാവ് ഞാനിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോന്നും നമുക്കിത് അതിലേക്ക് ഇടുന്നതിനനുസരിച്ച് നമുക്കിതുപോലെ പരത്തി വെക്കുകയാണെങ്കിൽ വേഗം പണി തീരും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള നെയ്പ്പത്തിരി ഇതുപോലെ നമുക്ക് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് ബീഫ് കറി തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണമൊന്നും മുരിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. മോന് അപ്പോഴേക്കും സ്കൂളിൽ പോകാനായിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ മോനൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞ സമയത്ത് തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയായിട്ടുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. ഞാനെൻ്റെ ചെടിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പം അടുത്ത് തന്നെ നട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ഞാൻ ചിലത് വേരോടെ നട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുൾഭാഗം ഇങ്ങനെ നട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു 3 കരിവേപ്പിലയുടെ തൈ ഞാൻ പുതുതായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ സൈഡിലുള്ള അഗ്ലോണിമാസ് അതിനൊക്കെ മഴവെള്ളം കിട്ടും കേട്ടോ. ഈ ചെടിയുടെ സ്റ്റാൻഡ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാൻഡാണ് കേട്ടോ. ഇപ്പോൾ പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു അബദ്ധം പറ്റി. പ്ലാന്റ്സ് നട്ട സമയത്ത് ഞാനിതിൽ കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നട്ടു കൊടുത്ത ചില പ്ലാന്റ്സൊക്കെ അടിയിൽ വേര് ചീഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ സാഫൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ട്. ഇലയൊക്കെ ഇങ്ങനെ വാടി പോകുന്നുണ്ട്. എന്നാലും ബാക്കി കുറേ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. റെഡി ആവുമായിരിക്കും. കാരണം മഴയും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് റെഡിയായി വരുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാൻഡും ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡ് ഞാനിതാ ഇതുപോലെ ഫ്രണ്ടിൽ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള ചട്ടിയിൽ പല ചെടികളായിട്ട് വെച്ചതാണ്. പിന്നെ എന്താ കിച്ചണിൽ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് ആണ് കേട്ടോ. കിച്ചണിൽ ഇവിടെ ആദ്യത്തെ സ്റ്റോർ റൂമായിരുന്നു അത്. അവിടെ 3 റാക്കുണ്ട്. അതിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ബോട്ടിൽസിൻ്റെ മൂടിയൊക്കെ ഇതാ ഇതുപോലെ സോപ്പ് പതയിലിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം ഞാൻ ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ. കുറേ പുതിയ ജാറും ഉണ്ട് ഇതിൽ, അല്ലാതെ കുറച്ച് ആദ്യം മുന്നേ വാങ്ങിയിട്ടുള്ള ഗ്ലാസിൻ്റെ ജാറും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ചായ കാച്ചുന്ന കെറ്റിലാണ് കേട്ടോ. കെറ്റിലല്ല, ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള. ഞാൻ വേഗം തന്നെ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്.
ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക രസമാണ് അല്ലേ. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തേച്ചേക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു മങ്ങൽ വരും. പക്ഷേ ഗ്ലാസ് ബോട്ടിൽ എപ്പോഴും ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഗ്ലാസ് ജാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കഴുകുന്നത്. അങ്ങനെ ഗ്ലാസിൻ്റെ ജാറുകളൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിതാ ഞാൻ അതിൻ്റെ അടിയിലുള്ള റാക്കും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ അത് അവിടെ ടേബിളിൽ തന്നെ ഉണ്ട്. ബാക്കി ആ പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കണം. അതിന് മുന്നേ ഞാൻ എന്താ ഇവിടെയുള്ള വാഷിംഗ് മെഷീൻ ഒന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എപ്പോഴും ഒന്നും നമ്മൾ അവിടെ തുടയ്ക്കൂലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാഷിംഗ് മെഷീനും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്.
അതിനിടയിൽ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്, അതിലേക്ക് അരി കഴുകിയിടട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ വെച്ച ബീഫ് കറി ഉണ്ട്, പിന്നെ കേബേജ് ഉണ്ട് കേട്ടോ, അതും കൂടെ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കിച്ചണിലെ റേക്കൊക്കെ തട്ടി അടിച്ചപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വേറെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് വേഗം ഒന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിടട്ടെ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറില്ലേ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളവും അതുപോലെ ലിക്വിഡ് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. അതിനിടയിൽ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് വാർത്തെടുക്കുകയാണേ. അങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് മുളക് പൊടി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വലിയ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്. പിന്നെ മല്ലിപ്പൊടി ഓൾറെഡി ഗ്ലാസ് ജാറിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടിയും കുപ്പിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞൊരു തുണി വെച്ചിട്ടൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 ജാറുകൾ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ഇപ്പോൾ അങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്നില്ല. കാരണം അതിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം ഒരു ക്ലോത്തൊക്കെ വെച്ച് തുടച്ചെടുത്തിട്ട് വേണം നമുക്കതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഞാൻ വേഗം കിച്ചണത്തെ ആ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം റൂമിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അങ്ങനെ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതൊക്കെ ഒന്ന് അടിച്ച് വാരാണ്. മക്കളുള്ളത് കൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ബെഡിലൊക്കെ ചാടി കയറി കളിക്കും കേട്ടോ. നമ്മൾ എത്ര വൃത്തിയാക്കി വിരിച്ചാലും പിന്നെയും അതങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മക്കളൊക്കെ ഉള്ള വീടാകുമ്പോൾ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ടേബിളായാലും നമ്മൾ വൃത്തിയാക്കി വെക്കും, മക്കൾ എന്തെങ്കിലും കൊണ്ടുപോയി അവിടെ വെക്കും. അതുപോലെ സോഫയിലൊക്കെ കുഷ്യനൊക്കെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇടും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് പോയി ക്ലീൻ ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാനൊന്ന് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ടേബിളിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മളവിടെ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ലീവ്സൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. നമുക്ക് പിന്നെ ഇൻഡോറായിട്ട് തന്നെ നമുക്കിത് വെക്കാം കേട്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി അതിലേക്ക് നല്ല വെള്ളമൊക്കെ നിറച്ച് വെക്കുകയാണ്.
പിന്നെ അതിനിടയിൽ ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ പണികളും നമുക്ക് എടുത്തിട്ട് പോകല് നമുക്ക് നടക്കില്ല. അപ്പോൾ ചില സമയമൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ ഈവനിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഓരോ പണികൾ തീർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പ്ലാന്റൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ തുടക്കുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലൊന്നും ഞാൻ ഈ ടേബിളിൻ്റെ ചെയറൊന്നും അങ്ങോട്ട് നീക്കിയിട്ടൊന്നും തുടക്കലില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മോപ്പ് വെച്ചിട്ട് അടിയിലും കസേരൻ്റെ ചോട്ടിലൂടെ അങ്ങനെ തുടച്ച് പോവലാണ്. ചില സമയത്ത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കസേരയൊക്കെ നീക്കി നല്ലോണം ഒന്ന് തുടച്ചെടുക്കലുമുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കലില്ല കേട്ടോ. ഫുഡ് കഴിക്കാനും നമ്മൾ കിച്ചണിൽ പുതിയൊരു ടേബിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമേലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുക. പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ടേബിളിൽ ഫുഡ് കഴിക്കാറുള്ളൂ. പിന്നെ മക്കളിരുന്ന് ഇവിടുന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അവരെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ പഠിപ്പ് കഴിഞ്ഞാൽ ചില സമയത്ത് മക്കൾ അവരുടെ റൂമിൽ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ അതാ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പിന്നെ അതിനിടയിൽ കേബേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഉപ്പേരി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.